അടിസ്ഥാന സൗകര്യ വികസനത്തിലടക്കം പിന്നിലായ ആലുവയിൽ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി വോട്ട് തേടുകയാണ് NDA. 2011 മുതൽ ആലുവയെ പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസ് നേതാവ് അൻവർ സാദത്തിന് മണ്ഡലത്തിൽ വികസനം എത്തിക്കാനായില്ലെന്ന് NDA സ്ഥാനാർത്ഥി MA ബ്രഹ്മരാജ് പറഞ്ഞു. ആലുവ മണപ്പുറത്ത് ഭക്തർക്ക് മതിയായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്തതടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ് NDA പ്രചാരണം. ആലുവ മണ്ഡലത്തെ തുടർച്ചയായി പ്രതിനിധീകരിക്കുന്ന അൻവർ സാദത്ത് MLA ഫോട്ടോഷൂട്ടുകളിലൂടെ പ്രതിച്ഛായ സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ മണ്ഡലത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കപ്പെട്ടില്ലെന്ന് NDAയും LDFും ചൂണ്ടിക്കാട്ടുന്നു. മണപ്പുറത്ത് ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തർക്ക് സ്ഥിരമായ സൗകര്യങ്ങളൊന്നും ഏർപ്പെടുത്തുന്നില്ല. ഗതാഗതക്കുരുക്കിനും പരിഹാരമില്ലെന്ന് NDA സ്ഥാനാർത്ഥി MA ബ്രഹ്മരാജ് കുറ്റപ്പെടുത്തി. മണപ്പുറം സന്ദർശിച്ചപ്പോൾ അവിടെ ദൈനംദിനം ഒരു 300 പേര് താഴെ സ്വാദ് കൂട്ടാൻ വരുന്നുണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് അവർക്ക് ഒരു ഡ്രസ്സ് മാറാനൊരു മറപ്പരയെങ്കിലും അവർ പെയ്ഡ് കൊടുക്കാൻ തയ്യാറാണ്. പെയ്ഡായാൽ പോലും അത് ചെയ്യുന്നില്ല. ദേവസ്വം ബോർഡും മുനിസിപ്പാലിറ്റിയും MLAക്ക് തീരുമാനിച്ചാൽ സുഖമായിട്ട് അവിടെ പിൽഗ്രിം സെൻറ്ററിൽ കൊടുക്കാൻ സാധിക്കും. ഗതാഗതക്കുരുക്ക് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇട്ടിരുന്ന ടാക്സി മുഴുവൻ അവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അവിടെ ഭയങ്കര കൺസെൻട്രേഡ് ആണ്. അപ്പോൾ അവിടെ പടിഞ്ഞാറൻ കവാടമുണ്ട്, റെയിൽവേക്ക് സ്ഥലമുണ്ട്. അവിടെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഇവിടുത്തെ ജനപ്രതിനിധി ഒരു പദ്ധതി തയ്യാറാക്കിയിട്ട് സർക്കാർ സമർപ്പിച്ചിട്ടില്ല. ഒരു വിഷൻ ഉണ്ടാവണമല്ലോ. നല്ല എക്സ്പെർട്ടുകളെ വെച്ചിട്ട് ആലുവയെക്കുറിച്ച് പഠിച്ച് ഞാനൊരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അത് പറയാൻ പോലും സാധിക്കാതെ വെറും ഫോട്ടോഷൂട്ട് നടത്തി കല്യാണ പോയി ഭക്ഷണം കഴിച്ചും ആൾക്കാരെ കെട്ടിപ്പിടിക്കുവാണ് എന്നുള്ളൊരു ധാരണ ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. കിസാൻ സമ്മാൻ പദ്ധതിയും ജൽജീവൻ മിഷനുമടക്കം കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിച്ച നിരവധി പേർ ആലുവയിലുണ്ട്. കേന്ദ്ര പദ്ധതികളും കേന്ദ്ര സർക്കാരിന്റെ വികസന നയങ്ങളും മുന്നണിക്ക് കരുത്താകുമെന്ന് NDA കണക്കുകൂട്ടുന്നു. ഓരോ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് വീടിൻ്റെ ഉടമസ്ഥ കിസാൻ സമ്മാൻ പദ്ധതിയിൽ പൈസ കിട്ടിയിട്ടുണ്ട്, അമ്മ തൊഴിലുറപ്പ് പദ്ധതിയിലുണ്ട്, മോൾക്ക് മാതൃവന്ദന യോജനയിൽ പണമുണ്ട്, മകൻ മുദ്രാ ലോണിൽ ഓട്ടോറിക്ഷ എടുത്തിട്ടുണ്ട്, അവർക്ക് ഒരുമിച്ച് ജൽജീവൻ പദ്ധതിയിൽ വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇത്രയും അധികം മലയാളികൾ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം കിട്ടിയവർ ഇതിനു മുമ്പ് ഒരു ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് വരുന്ന ഒരു ഇലക്ഷൻ എന്ന നിലയിൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇളകാത്ത കോട്ടയെന്ന് അവകാശപ്പെടുന്ന ആലുവയിൽ 2006 ആദ്യമായി UDFന് അടിതെറ്റിയിരുന്നു. ആലപ്പുഴയിൽ നിന്ന് AM ആരിഫിനെ ആലുവയിലിറക്കിയ LDF വീണ്ടും ഒരു അട്ടിമറി കണക്ക് കൂട്ടുമ്പോൾ 2020 കൂടി ഉൾപ്പെട്ട വിപുലമായ NDA മുന്നണി സംവിധാനം ഇടതു വലതു മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നതാണ്. ജനം, കൊച്ചി.